മന്ത്രി സജി ചെറിയാൻ രാജിവയ്ക്കേണ്ട എന്ന് CPM. ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനമായത്. നിയമപരമായി വിഷയം നേരിടും. കഴിഞ്ഞ ദിവസം സജി ചെറിയാനെതിരായ കോടതി വിധി ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി. ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, നമുക്കറിയാം ഭരണഘടനയെ എത്രത്തോളം അവഹേളിച്ച തരത്തിൽ സജി ചെറിയാൻ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പാർട്ടി ഇത്തരം നടപടി എടുക്കാത്തത് എന്നത് വലിയ ചോദ്യം തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിനിടയിൽ സജി ചെറിയാൻ ഒറ്റയ്ക്ക് തന്നെ ഈ ഒരു കേസ് അഭിമുഖീകരിക്കട്ടെ, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇനി കോടതിയെ സമീപിക്കില്ല എന്ന തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നെങ്കിൽ പോലും അത് വെറും പ്രഹസനമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ദേവിക, ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് മന്ത്രി സജി ചെറിയാൻ സ്ഥാനത്ത് നിന്നും രാജിവെക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, 2 വർഷങ്ങൾക്ക് മുമ്പാണ് മല്ലപ്പള്ളിയിൽ ഭരണഘടനയെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ളൊരു വിവാദ പരാമർശം സജി ചെറിയാൻ നടത്തിയത്. അന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങൾക്കിടയിലും മന്ത്രി സജി ചെറിയാൻ ആ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. തുടർന്ന് ഇന്നലെയാണ് ഹൈക്കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. മന്ത്രി സജി ചെറിയാനെതിരെ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുള്ളൊരു അന്വേഷണം നടന്നിട്ടില്ല എന്നും വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടല്ല ലഭിച്ചിട്ടുള്ളതുമെന്നുമുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഹൈക്കോടതി എത്തിയിട്ടുള്ളത്. അന്ന് ആ പ്രസംഗം നടക്കുന്ന സമയത്ത് സൂക്ഷിച്ചിരുന്ന പെൻഡ്രൈവുകൾ, അതോടൊപ്പം തന്നെ ആ വീഡിയോ ദൃശ്യങ്ങൾ, അവയൊക്കെ ഫോറൻസിക് പരിശോധന നടത്തിയതിനു ശേഷം അല്ലെങ്കിൽ അവയൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്തിയതിനു ശേഷം അതിൻ്റെ ഫൈൻഡിങ്സ് എന്താണെന്ന് ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. തുടർന്ന് അതോടൊപ്പം തന്നെ അന്ന് ആ ഹാളിലുണ്ടായിരുന്ന ആളുകളുടെ മൊഴികൾ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള മൊഴികളും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആ റിപ്പോർട്ടിൽ അത്തരത്തിലുള്ള അപാകതകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ സജി ചെറിയാൻ അതിലൊരു വ്യക്തത വരുത്തിയിരുന്നു. താൻ മന്ത്രിസ്ഥാനത്ത് നിന്നും രാജിവെക്കില്ല എന്നൊരു വ്യക്തത ഇന്നലെ തന്നെ സജി ചെറിയാൻ നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സജി ചെറിയാൻ പങ്കെടുത്തില്ല. കാരണം ചേർത്തലയിൽ നടക്കുന്ന ഏരിയ സമ്മേളനങ്ങൾ പങ്കെടുക്കുന്നതിലാണ് ഇത്തരത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതെന്നായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള വിഷയം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വൈകുന്നേരമാണ് ഇത്തരത്തിലൊരു ഏരിയ സമ്മേളനം ചേർത്തലയിൽ നടക്കുന്നത്. പക്ഷേ മന്ത്രിക്ക് എന്തുകൊണ്ടായാലും ഇതിൽ പങ്കെടുക്കാമായിരുന്നു. ഒരുപക്ഷേ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്ന ദിവസം നമുക്കറിയാം, സ്വാഭാവികമായിട്ടൊരു തെരഞ്ഞെടുപ്പ് അവലോകന യോഗമാണ് നടക്കുന്നത്. പക്ഷേ അതിൽ വീണ്ടും സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മന്ത്രി സജി ചെറിയാൻ്റെ വിവാദം ഉടലെടുത്ത് വന്നിരിക്കുകയാണ്. അതിലൊരു അവസാനത്തെ ഫൈൻഡിങ്സ് പാർട്ടി തന്നെ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പാർട്ടി തന്നെ അതിലൊരു വ്യക്തതയിലേക്ക് എത്തിയിട്ടുണ്ട്. സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ട കാര്യമില്ല, നിയമപരമായി തന്നെ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതേസമയം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള എതിർപ്പുകളും മറ്റുമൊക്കെ വരുന്നുണ്ട്. അത് ഒരു തരത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിരോധം തന്നെയാണ്. മറ്റൊരു വശം ചിന്തിക്കേണ്ടിയുള്ളത്, ഇനി VN വാസവനാണെങ്കിലും അതുപോലെ മന്ത്രി സജി ചെറിയാനൊക്കെ എന്ന് പറയുന്നത് പാർട്ടിയുടെ ഈ ഫിനാൻഷ്യൽ ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെയൊന്നും മാറ്റി നിർത്താനായിട്ടുള്ളൊരു തീരുമാനത്തിലേക്കൊന്നും പാർട്ടിയോ അല്ലെങ്കിൽ സർക്കാരോ കടക്കില്ല എന്ന് തന്നെ പറയാം. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട നിയമമന്ത്രി കൂടിയായിട്ടുള്ള P. രാജീവ് ഒരു പ്രതികരണം നടത്തിയിരുന്നു. കോടതി ഇത് ഇന്നലെ വന്നിട്ടുള്ള ഫൈൻഡിങ്സുകൾ അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ വന്നിട്ടുള്ള വിശദീകരണങ്ങളെല്ലാം എന്ന് പറയുന്നത് തന്നെ കോടതിയുടെ വ്യവഹാരങ്ങളിൽ പെടുന്നതാണ്. മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞുകൊണ്ടൊരു അന്വേഷണത്തിൽ സമ്മതിക്കണമെന്നില്ലല്ലോ. അതോടൊപ്പം തന്നെ അന്വേഷണ റിപ്പോർട്ടിലെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ വരുന്ന സാധാരണ രീതിയിലുള്ള കണ്ടെത്തലുകൾ മാത്രമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. കോടതി ഒരു ഘട്ടത്തിൽ പോലും സജി ചെറിയാൻ്റെ വാദം കേൾക്കാൻ തയ്യാറായിട്ടില്ല. ഒരു കേസ്, 2 വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് വിഷയങ്ങൾ തമ്മിൽ ഒരു കേസ് നടക്കുമ്പോൾ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ രണ്ടുപേരുടെയും ഭാഗം കേൾക്കാൻ കോടതി തയ്യാറാകണം. അത്തരത്തിൽ സജി ചെറിയാൻ്റെ ഭാഗം കേൾക്കാൻ കോടതി തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു അന്വേഷണം നേരിടുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇതിൽ നിയമിക്കുന്ന അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളൊരു ആശങ്ക മാത്രമാണ് നിലനിൽക്കുന്നത്. അതിൽ ഏറ്റവും മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ കൊണ്ട് അന്വേഷിപ്പിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രതികരണങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രതികരണങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മോടൊപ്പം BJP നേതാവ് PC ജോർജ് കൂടി ചേർത്തിട്ട്. ശ്രീ PC ജോർജ്, മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ട എന്ന നിലപാടിലേക്കാണ് CPM കടന്നിരിക്കുന്നത്. ഭരണഘടനയെ അത്രത്തോളം അവഹേളിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്നതൊരു ചോദ്യം തന്നെയല്ലേ? കാരണം നമ്മളെല്ലാവരും ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നത്. ഇത്തരം ജനാധിപത്യ രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ ഭരണഘടനയെ തള്ളി പറയുന്ന ഒരു മന്ത്രി നമുക്ക് ആവശ്യമാണോ? സത്യത്തിന് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അപജയം എത്ര വലുതാണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു.
ഞാൻ ചോദിക്കട്ടെ, തീർച്ചയായും ഇപ്പോ ഇയാള് രാജിവെക്കണ്ടെന്ന് തീരുമാനിക്കുമ്പോ നേരത്തെ എന്തിനാണ് രാജിവെച്ചത്? നേരത്തെ രാജിവെക്കാൻ കാരണക്കാരൻ എന്താ? പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള രാജിവെച്ചത്. അപ്പം അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് എല്ലാം ലോകം മുഴുവൻ എല്ലാവർക്കും അറിയാം. ഇപ്പോ കോടതി വിധിയും കൂടെ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ ഈ കോടതി വിധി കൂടെ വന്ന സാഹചര്യത്തിൽ രാജിവെക്കാൻ തീരുമാനം എടുത്തിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മാന്യതയെങ്കിലും കിട്ടുക. പാർട്ടിയുടെ മാന്യത നഷ്ടപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയോട് ബഹുമാനവും ആദരവും ഇല്ലാത്ത ഏപ്യന്മാരുടെ ഒരു കൂട്ടമാണ് CPM എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ജനം ഇതറിയട്ടെ. തീർച്ചയായും ഇത് വളരെ വേദനാജനകമായ സംഭവമാണ്. അയാളെ മാന്യതയുണ്ടെങ്കിൽ രാജിവെച്ച് പോകണം. രാജിവെക്കുന്നില്ലെങ്കിൽ ഗവർണർ അയാളെ പുറത്താക്കണം എന്റെ അഭിപ്രായം. ഗവർണർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം മന്ത്രി നിശ്ചയിക്കുന്നത്. അവിടെ മന്ത്രി മാറ്റി മുഖ്യമന്ത്രിക്കാണ് അധികാരം, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം അയാളെ പുറത്താക്കാൻ ഗവർണർ നോട്ടീസ് കൊടുക്കണം, മുഖ്യമന്ത്രിയെ നിർബന്ധിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ PC ജോർജ്, LDF കൺവീനർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. കാരണം രാജി ആവശ്യം ഉയരുന്നത് സ്വാഭാവികമാണ്, കാരണം ഇത്തരം ഒരു സംഭവമായതുകൊണ്ട് തന്നെ. എന്നാൽ കോടതിയുടേത് ഒരു സ്വാഭാവിക നടപടിയാണെന്നും LDF കൺവീനർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെയ്തത് തെറ്റാണ് എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഇത് നടപടി എടുക്കില്ല എന്ന വാശിയിലാണ്. അതായത് യാതൊരു സംശയം പറഞ്ഞു. ഈയുടെ പ്രസംഗം കേട്ട ഈയുടെ കമന്റ് പ്രസംഗം കേൾക്കാൻ 60 പേരെ ഉണ്ടായിരുന്നു. പക്ഷെ അത് സോഷ്യൽ മീഡിയ മുഴുവൻ വ്യാപകമാണല്ലോ. അയാൾ പ്രസംഗിച്ച് വെറും 60 പേരോടാ. 60 സഖാക്കന്മാരോട് ഇന്ത്യൻ ഭരണഘടനയെ കുറ്റപ്പെടുത്തി പറയാൻ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലൈൻ അതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. CPM രാഷ്ട്രീയ ലൈൻ അതാണ് എങ്കിൽ അവർ പറയട്ടെ, പിണറായി വിജയൻ പറയട്ടെ. അയാൾ എങ്ങനെ അവിടെ മുഖ്യമന്ത്രിയുടെ തുടരുന്ന ഭരണഘടനയെ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടല്ലേ അയാൾ മുഖ്യമന്ത്രിയായി. ഈ സാഹചര്യം ഭരണഘടനയെ പിടിച്ചുകൊണ്ടല്ലേ. ആ ഭരണഘടന കുന്തം കുറച്ചൊക്കെ അയാൾ പറയുന്നത്. അയാളെ പിടിച്ച് അവിടെ എങ്ങനെ മന്ത്രിയായിട്ട് ഇരുത്തി എനിക്ക് മനസ്സിലായിട്ടില്ല. നീതിബോധം എന്ന് പറയുന്ന സാധനത്തിന്റെ അർത്ഥം അറിയാമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? എങ്കിലെ രാജിവെച്ച് വീട്ടിൽ പറഞ്ഞു വിടണം. അതിന്റെ മര്യാദ. ഞാൻ വളരെ ക്ലീൻ കേസ് അല്ലേ ഇത്. അങ്ങനെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ സൗകര്യം എഴുതിത്തള്ളാവുന്ന കേസ് വല്ലതാണോ ഇത്? ഇവരുടെ കോടതിയുടെ വിധി അത്ര ശക്തമായ വിധിയാണ്. ഇത് മനസ്സിലാക്കാൻ കച്ചവടം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇതിന് റിവ്യൂ പറ്റിയിട്ടും കൂടെ നടന്നിട്ടൊന്നും കാര്യമില്ല. അയാളെ ചെവിയെ പിടിച്ച് പുറത്താക്കുക, അത് മാത്രമാണ് ചെയ്യാനുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, വളരെയധികം നന്ദി ശ്രീ PC ജോർജ്. ഈ അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന് ടിൻഡു ദാസ് തുടരുന്നുണ്ട്. ടിൻഡു, നമുക്കറിയാം ഭരണഘടന എന്ന് പറയുമ്പോൾ നമ്മൾ അത്രത്തോളം ആദരവോടെ കാണുന്ന ഒരു സംഹിതയാണ്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഭരണഘടനയെ നമ്മൾ വലിയ മൂല്യങ്ങളോടുകൂടി കാണേണ്ട ഒരു രാജ്യത്ത് ഇത്തരത്തിൽ ഭരണഘടനയെ തള്ളിപ്പറയുന്ന ഒരു മന്ത്രി ഭരിക്കുന്നത് ജനങ്ങൾക്കിടയിലേക്ക് ഒരു മോശം സന്ദേശമല്ലേ കൊണ്ടെത്തിക്കുന്നത്? തീർച്ചയായിട്ടും ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭരണഘടനയെ മോശമായി ചിത്രീകരിക്കുക അല്ലെങ്കിൽ ഭരണഘടനയെ തള്ളിപ്പറയുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് സജി ചെറിയാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് സജി ചെറിയാൻ അത്തരത്തിലുള്ള പരാമർശം നടത്തിയത് തെറ്റ് എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെയും കണ്ടെത്തൽ. 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രസംഗം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദ പ്രസംഗം നടത്തി അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നു. BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ അത് വലിയ രീതിയിലുള്ള പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട്, പാർട്ടിയും സർക്കാരിനെയും പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെടുന്നു. സജി ചെറിയാൻ മറ്റു മാർഗങ്ങളില്ലാതെ രാജിവെച്ച് പുറത്തു പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു. അന്ന് തെറ്റ് എന്ന് തോന്നിയ CPM-നെ ഏത് ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ 2 വർഷങ്ങൾക്കിപ്പുറം സജി ചെറിയാനെ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷങ്ങൾക്ക് സൂചിപ്പിച്ചതുപോലെ പിൻവാതിലൂടെ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ട് ഏത് ഘട്ടത്തിലാണ് വീണ്ടും സജി ചെറിയാൻ പറഞ്ഞ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഈ പ്രസ്താവന ശരിയായി എന്ന് തോന്നിയതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ സംസാരിക്കേണ്ട കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 1ാം പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും അവസാനം, അതായത് തെരഞ്ഞെടുപ്പുകൾ അടുക്കാനിരിക്കുന്ന സമയത്താണ് KT ജലീൽ മന്ത്രി രാജിവെക്കുന്നതൊക്കെ. അതുപോലെ 1.5 വർഷം മാത്രമായിട്ടുള്ള ഈ സമയത്ത് 1.5 വർഷം മാത്രമാണ് അടുത്ത തെരഞ്ഞെടുപ്പിനുള്ളത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1.5 വർഷം സമയം മാത്രമാണുള്ളത്. ഈ സമയത്തിനുള്ളിൽ ഒരു രണ്ടാമതും ഒരു മന്ത്രിയുടെ രാജി എന്ന് പറയുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ക്ഷീണമുള്ള കാര്യമാണ്. അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പാർട്ടി കടക്കില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്നുണ്ടായിരുന്ന ചർച്ച അല്ലെങ്കിൽ ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ ചർച്ചകളിൽ പങ്കെടുക്കാതെ സജി ചെറിയാൻ മാറി നിന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇനി നമുക്ക് അറിയേണ്ടത് മുന്നണി യോഗമാണ്. മുന്നണി യോഗം ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ പ്രധാനമായിട്ടും CPI ഇതിലെന്ത് നിലപാടാണ് എടുക്കുന്നതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി. കാരണം നമുക്കറിയാം, ഒരു തവണ ഇത്തരത്തിൽ പ്രതിരോധങ്ങൾ കാരണം അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ കാരണം രാജിവെക്കേണ്ടി വന്ന മന്ത്രി വീണ്ടും അത് തെറ്റാണെന്ന് തന്നെ നിയമസംഹിത തന്നെ അത് തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെടുമ്പോൾ അതിൽ പാർട്ടി എടുക്കുന്ന നിലപാട് ഒരുപക്ഷെ സർക്കാരിനെ ഇത്തരത്തിൽ
സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന രീതിയിലുള്ള ഈ നിലപാടിൽ എങ്ങനെയാണ് CPI ഇതിനെ പ്രതിരോധിക്കുന്നത്, അല്ലെങ്കിൽ CPI എങ്ങനെയാണ് ഈ നിലപാടിനെ കാണുന്നത് എന്നുള്ള കാര്യത്തിലും നമുക്ക് പ്രധാനമായിട്ടും നമുക്കത് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും വീണ്ടും മന്ത്രി ചെയ്ത തെറ്റിനെ അംഗീകരിച്ചുകൊണ്ട് പാർട്ടിയിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു. മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കുന്തവും കുടച്ചക്രവും എന്ന് വളരെ മോശമായിട്ട് രീതിയിൽ ഭരണഘടനയെ അവഹേളിച്ച മന്ത്രി വീണ്ടും ഈ മന്ത്രിസഭയിൽ തന്നെ തുടരും. അത് ജനങ്ങൾക്ക് എന്ത് തരം സന്ദേശമാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്ത് തരത്തിലുള്ള സന്ദേശമാണ് അവരിലേക്ക് എത്തിച്ചേരുന്നതെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ സംസാരിക്കാൻ ഒരു വിഷയം തന്നെയാണ്. ഇന്ന് വൈകുന്നേരം ആലപ്പുഴ ചേർത്തലയിൽ ചേരുന്ന ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ വിവാദമായിട്ടൊരു പ്രശ്നം, മന്ത്രിക്കെതിരായി തന്നെ ഒരു പ്രശ്നം നിൽക്കുന്ന സമയത്ത് മന്ത്രി ചെയ്ത തെറ്റാണെന്ന് പൂർണ്ണമായിട്ടും കോടതി തന്നെ സമ്മതിക്കുന്ന സമയത്ത് മന്ത്രി എന്തുകൊണ്ട് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറി നിന്നോ? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാനാണോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ താൻ അവിടെ ഉണ്ടാകാതിരിക്കാനാണോ, എന്തുകൊണ്ടാണ് മന്ത്രി മാറി നിന്നതെന്നും ഈ ഘട്ടത്തിൽ തന്നെ പറയേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. എന്തായാലും ഈ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ 2 പ്രാവശ്യം സജി ചെറിയാൻ രാജിവെക്കാൻ ഒരുക്കമല്ല എന്ന് തന്നെയാണ് പാർട്ടിയുടെ അവസാനത്തെ ഫൈൻഡിങ്സ്, അല്ലെങ്കിൽ പാർട്ടിയുടെ അവസാനത്തെ തീരുമാനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സജി ചെറിയാൻ എന്തായാലും മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു അന്വേഷണത്തിന് വിധേയനാകില്ല, അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിന് സഹകരിക്കില്ല. ഈ മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ പുതിയ അന്വേഷണത്തോട് സഹകരിക്കാൻ തന്നെയാണ് തീരുമാനം. അത് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിറങ്ങി വന്ന നിയമമന്ത്രി കൂടിയായിട്ടുള്ള P. രാജീവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കോടതിയുടെ വ്യവഹാരങ്ങൾ ഇരിക്കുന്ന കാര്യങ്ങളിൽ തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം TG മോഹൻദാസ് കൂടി ചേരുന്നുണ്ട്. ശ്രീ TG മോഹൻദാസ്, നമുക്കറിയാം ഈ ഒരു അവസരത്തിൽ എടുക്കാൻ പാടില്ലാത്തൊരു തീരുമാനം തന്നെയാണ് CPM-ന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം ഭരണഘടനയെ അത്രത്തോളം അവഹേളിച്ച ഒരു വ്യക്തി ഇപ്പോഴും മന്ത്രിസ്ഥാനത്ത് തുടരുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളിലേക്ക് എത്തുന്നത് അത്രത്തോളം മോശം സന്ദേശം തന്നെയല്ലേ? അല്ല, അത് ഈ ആവശ്യത്തിന് രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുകയും അവർക്ക് സൗകര്യമില്ലെങ്കിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നൊരു സാധനമാണ് രാഷ്ട്രീയ ധാർമ്മികത. നിയമപരമായിട്ട് സജി ചെറിയാൻ രാജിവെക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ഒരു FIR ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു മന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ലാർജർ ഇഷ്യൂ വളരെ പുച്ഛത്തോടെയും പരിഹാസത്തോടെയുമാണ് അദ്ദേഹം ഭരണഘടനയെ സംസാരിച്ചത്. അത് അന്ന് തന്നെ എല്ലാവർക്കും ബോധ്യമുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. പിന്നെ ധൃതി പിടിച്ചൊരു ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തിട്ട് അദ്ദേഹം തിരിച്ച് മന്ത്രിസഭയിലേക്ക് വന്നു. ഇപ്പോ വീണ്ടും ആ FIR പുനരുജ്ജീവിപ്പിച്ച സ്ഥിതിക്ക് അന്ന് രാജിവെച്ച ലോജിക്ക് വെച്ച് ഇന്നും അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ എന്തും പറഞ്ഞു നിൽക്കാം, വായിൽ നാക്കുണ്ടെങ്കിൽ എന്താ പറഞ്ഞുകൂടാത്തത്. നിയമപരമായിട്ട് അദ്ദേഹത്തിന് രാജിവെക്കാനുള്ള ബാധ്യതയില്ല. ശിക്ഷ കിട്ടിയാൽ മാത്രമേ രാജിവെക്കേണ്ടതുള്ളൂ. അങ്ങനത്തെ ധാരാളം മന്ത്രിമാരൊക്കെ ഭരിച്ചിട്ടുള്ള രാജ്യമാണ് നമ്മുടെ. അവരുടെയൊക്കെ പേരിൽ ഇതിന്റെ കൊലപാതകം തുടങ്ങിയ സീരിയസ് ചാർജസ് ഒക്കെ FIR ഉള്ള മന്ത്രിമാരൊക്കെ ഇപ്പോഴും ഒക്കെ ഉണ്ട് പല സംസ്ഥാനങ്ങളിൽ. അത് വലിയ കാര്യമല്ല എന്ന് തീരുമാനിച്ചാൽ ശരി, കാര്യമല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരത്തെ എന്തിനും സജി ചെറിയാൻ രാജിവെച്ചു അല്ലെങ്കിൽ എത്തിച്ചു എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കും. നേരത്തെ വെച്ച സ്ഥിതിക്ക് ഇപ്പൊ വയ്ക്കാനും ബാധ്യതയുണ്ട് എന്നുള്ള വാദവും നിലനിൽക്കും. ഇതാണ് സജി ചെറിയാന്റെ അവസ്ഥ. ശരി, വളരെയധികം നന്ദി ശ്രീ TG മോഹൻദാസ്. ഈ ഒരു അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്. ടിൻറ്റു തുടരുന്നുണ്ട്. ടിൻറ്റു, എല്ലാവരും പറയുന്നത് ഒരൊറ്റ കാര്യം തന്നെയാണ്. കാരണം ഭരണഘടന എന്ന് പറയുന്നത് നമ്മൾ അത്രത്തോളം ആദരിക്കേണ്ട ഒരു കാര്യം, അതിനെ ഇത്രത്തോളം അവഹേളിക്കുന്നു. എന്നാൽ അതിലൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നത് പോട്ടെ, ആദ്യം ഒരു രാജി ഉണ്ടായി, അതിനുശേഷം വീണ്ടും മന്ത്രിയായി എത്തുന്നു. ഇപ്പോൾ കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായപ്പോൾ പോലും താൻ രാജിവെക്കില്ല എന്ന ഒറ്റ സ്വരത്തിൽ സജി ചെറിയാൻ ഇരിക്കുകയാണ്. CPM പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഇതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പാർട്ടി സെക്രട്ടേറിയറ്റ് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? ഭരണഘടനയെ അവഹേളിച്ച ആ വ്യക്തി മന്ത്രിയായി തുടരണം എന്ന് തന്നെയാണ്. അതിനർത്ഥം CPM-ന്റെ മുഴുവനും അഭിപ്രായം അങ്ങനെ തന്നെയാണോ? കാരണം ഭരണഘടനയെ മാനിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഭരണഘടനയെ അവഹേളിച്ചാലും ഒരു മന്ത്രിയായി തുടരാമെന്ന സന്ദേശം തന്നെയാണോ CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്?
തീർച്ചയായിട്ടും ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് അങ്ങനെ തന്നെ അത് വിലയിരുത്തേണ്ടി വരും. കാരണം ഇത്തരത്തിലൊരു ഭരണഘടനയെ അവഗണിച്ച ഒരു മന്ത്രി തന്റെ CPM പോലുള്ള സംഘടനയുടെ മന്ത്രിസഭയിൽ തുടരുന്ന സമയത്ത് അത് CPMന്റെ പൊതുവായിട്ടുള്ള അഭിപ്രായമെന്ന് തന്നെ വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരും. കാരണം ഒരു തവണ ഭരണഘടനയെ മോശമായി അവഹേളിക്കുകയും അതോടൊപ്പം തന്നെ ഭരണഘടനയെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്ത ഒരു മന്ത്രി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒടുവിൽ മന്ത്രി ആ സ്ഥാനം തന്നെ രാജിവെച്ചൊഴിഞ്ഞു. പിന്നീട് ഒരു നിയമ ഉപദേശകന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ തന്നെ സർക്കാരിന് തന്നെ നിയമോപദേശകന്റെ സഹായത്തോടു കൂടി മന്ത്രി വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു. അപ്പോൾ ആ നിയമോപദേശകൻ പറഞ്ഞു കൊടുത്തത് ഒരുപക്ഷെ പാർട്ടിയുടെ തന്നെ നിയമോപദേശകനായിരിക്കണം, ഇങ്ങനെയായിരിക്കണം പറഞ്ഞു കൊടുത്തത് ഭരണഘടനയെ അവഹേളിക്കുന്നതിൽ CPMന് അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ അത് അങ്ങനെ അവഹേളിക്കുന്നത് തെറ്റില്ല എന്ന രീതിയിൽ തന്നെയായിരിക്കും ഉപദേശം കിട്ടിയത്. ആ നിയമോപദേശങ്ങൾക്ക് ശേഷമാണ് വീണ്ടും സജി ചെറിയാൻ മന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത് പാർട്ടിയുടെ ഒരു പൊതുവികാരമായി തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്കാണ് വന്നു നിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പാണ് ഇനി വരാനിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുണ്ട്, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനൊക്കെ മുന്നോടിയായിട്ട് സജി ചെറിയാന്റെ രാജി എന്ന് പറയുന്നത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലൊരു വെല്ലുവിളി നേരിടേണ്ടി വരുന്നൊരു ഘട്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം വിവാദങ്ങൾ ശക്തിയായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ വിവാദങ്ങൾക്കിടയിലും സജി ചെറിയാനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് പാർട്ടിയുടെ തന്നെ പ്രാഥമികമായിട്ടുള്ള ആവശ്യമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കണം അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം തിരഞ്ഞെടുപ്പുകളെ നേരിടുക എന്ന് പറയുന്ന നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങൾ നിൽക്കുന്ന സമയമാണ്. വിവാദങ്ങളുടെ വർഷമായിരുന്നു കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് കടന്നു പോകുന്ന നിരവധി വ്യക്തികൾക്കെതിരെയും പാർട്ടിക്കെതിരെയും അതിശക്തിയായിട്ടുള്ള വിവാദങ്ങൾ ഈ സർക്കാരിനെതിരെ അനുകൂല CPM അല്ലെങ്കിൽ സർക്കാർ അനുകൂല ആളുകൾ വരെ പാർട്ടിയെ തള്ളിപ്പറയുന്ന ഒരു ഘട്ടം വന്നിരുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന സമയത്ത് സജി ചെറിയാനും കൂടി രാജിവെക്കുക അല്ലെങ്കിൽ ഈ ഭരണഘടനാ വിരുദ്ധ പ്രസ്താവന നടത്തി രാജിവെക്കുക എന്ന് പറയുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്ഷീണമാണ്. ആ ക്ഷീണം അംഗീകരിക്കാനോ അല്ലെങ്കിൽ ആ ക്ഷീണത്തെ നേരിടാനോ ഉള്ള ശക്തി നിലവിലെ പാർട്ടി കേന്ദ്രങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2022 ടിൻഡു പറഞ്ഞത് പ്രസക്തമായ ഒരു വാക്ക് തന്നെയാണ്. കാരണം പാർട്ടിക്ക് ആ ഒരു ക്ഷീണം ഏറ്റെടുക്കാൻ കഴിയില്ല. കാരണം സജി ചെറിയാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് സമൂഹത്തിലേക്ക് ആ ഒരു സന്ദേശം നൽകി കഴിഞ്ഞാൽ പാർട്ടിക്ക് അത് ക്ഷീണമാകുമെന്ന് കരുതിക്കൊണ്ട് തന്നെ ആകണം ഇത്തരത്തിലൊരു വിചിത്രമായ നിലപാട് CPMന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ടിൻഡു ദാസാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്.